സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെ ആരോപണമുനയിൽ നിർത്തുന്നതിലൂടെ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് ദ്വിമുഖ തന്ത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുക, ഒപ്പം വിഷയം ദേശീയ തലത്തിൽ ഉയർത്തുക. വരും ദിവസങ്ങളിലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രംഗത്തിറങ്ങാനാണ് സാധ്യത. വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വി.എസ്. രഞ്ജിത്ത്. പുതുവർഷത്തിൽ പുതിയ നീക്കം. 100 ദിവസം അകലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് സോണിയ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് ഹൈലൈറ്റ് ചെയ്യാൻ തന്നെയാണോ ബി.ജെ.പിയുടെ തീരുമാനം? സുജയ്, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കണം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ അത് UDF-നാണ് കൂടുതൽ ഗുണം ചെയ്തത്. അത് ബി.ജെ.പിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ബി.ജെ.പിക്ക് വോട്ടിംഗ് ശതമാനത്തിലേക്ക് കുറവ് വരാനും വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം പരമാവധി കിട്ടണമെങ്കിൽ UDF-നെതിരായിട്ടുള്ള ഒരു നിലപാട് കൂടി പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM മാത്രമല്ല UDF-ഉം കുറ്റക്കാരാണ് എന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി CPM-ന് മാത്രമല്ല UDF-നും കോൺഗ്രസിനും ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ബി.ജെ.പിയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും നിൽക്കുന്ന ഫോട്ടോയും അടൂർ പ്രകാശ് നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ബി.ജെ.പി പ്രചരിപ്പിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഫോട്ടോസിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്ന ഫോട്ടോ കൂടി ഉപയോഗിക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട അവരും കണക്കാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് രഞ്ജിത്ത്. UDF-നെയും LDF-നെയും ഒരുപോലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലാക്കാനായിട്ടുള്ള നീക്കമാണ് ബി.ജെ.പി തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ